എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എടുക്കുന്നത് അന്നന്ന് വിഷയങ്ങൾ എടുക്കുന്ന അന്നന്ന് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് പാരയില്ലാതെ ഒഴിവാകും. കാരണം ഇപ്പോൾ 4 ക്ലാസ്സുകൾ, ഇപ്പോൾ ക്ലാസ്സിനെക്കാട്ടി കൂടുതൽ ഒഴിവ് ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം. അപ്പോൾ ശരിക്കും എടുക്കുന്ന വിഷയങ്ങൾ അന്ന് രാത്രിക്ക് മുമ്പായിട്ട് തന്നെ അത് എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പീരീഡ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു പീരീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ എടുത്ത വിഷയം ഒന്നും കൂടി റീമൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ രാജാവ് തന്റെ 3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ തേടി അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് ആരുടെ അടുത്തേക്ക് എത്തേണ്ടി വന്നു? ഒരു വൈസ്മാനായ ഒരു ഹെർമിറ്റിന്റെ അടുത്തേക്ക് രാജാവിന് എത്തേണ്ടി വന്നു. അങ്ങനെ ദി കിങ്, രാജാവ്, വെന്റ് അപ്പ്, പോയി, ഗോ അപ്പ്, പോവുക എന്നതിന്റെ ഫസ്റ്റ് ആണ് വെന്റ് അപ്പ്. മനസ്സിലായോ? വെന്റ് അപ്പ്, രാജാവ് പോയി. എവിടത്തേക്ക് പോയി? ടു ദി ഹെർമിറ്റ്, ആ സന്യാസിയുടെ അടുത്തേക്ക് രാജാവ് പോയി. നേരത്തെ അവിടത്തേക്ക് എത്തി എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അങ്ങനെ രാജാവ് ആ സന്യാസിയുടെ അടുത്തേക്ക് രാജാവ് പോയി. ആൻഡ് സെഡ്, എന്നിട്ട് രാജാവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഐ ഹാവ് കം ടു യു. ഐ ഹാവ് കം. ടെൻസൊക്കെ പഠിച്ചാണ്. അപ്പോ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്ന പൊടിയട്ടിയെടുക്കുന്നത് നന്നായിരിക്കും. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്. എവിടത്തേക്ക്? ടു കം ടു യു. ഐ ഹാവ് കം ടു യു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അഥവാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. വൈസ് ഹെർമിറ്റ്, വിവേകിയായ, ജ്ഞാനിയായ. വൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വൈസ്, ജ്ഞാനിയായ, വിവേകിയായ, അറിവുള്ള. ജ്ഞാനിയായ സന്യാസിയെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വന്നു എന്തിന്? ടു ആസ്ക് യു, താങ്കളോട് ചോദിക്കാൻ. എന്ത് ചോദിക്കാൻ? ടു ആസ്ക് യു ടു ആൻസേഴ്സ് 3 questions. 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ചോദിക്കാൻ വേണ്ടി, 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷിച്ചുകൊണ്ട്. ടു ആസ്ക് യു, താങ്കളോട് ചോദിക്കാൻ. എന്തിനെ കുറിച്ച് ചോദിക്കാൻ? ടു ദി ആൻസേഴ്സ്, മറുപടികൾ ചോദിക്കാൻ വേണ്ടി. എന്തിനുള്ള? 3 questions, 3 ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഏതാണ് ആ 3 questions? ഒന്ന്, ഹൗ ക്യാൻ ഐ ലേൺ ടു ഡു ദി റൈറ്റ് തിങ്സ് അറ്റ് റൈറ്റ് ടൈം. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ആർ ദി പീപ്പിൾ ഐ നീഡ് മോസ്റ്റ്. ലാസ്റ്റ് വൺ, വാട്ട് അഫയേഴ്സ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ അർത്ഥം ആദ്യം പറഞ്ഞതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ചോദ്യം എന്താണ്? ഹൗ ക്യാൻ ഐ ലേൺ, എനിക്ക് എങ്ങനെ. ഹൗ ക്യാൻ ഐ ലേൺ, എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെ മനസ്സിലാക്കാം? ടു ഡു ദി റൈറ്റ് തിങ്, ശരിയായ കാര്യം ചെയ്യാനുള്ള. അറ്റ് റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യാൻ മനസ്സിലാക്കാൻ. അഥവാ ശരിയായ സമയത്ത്, ഒരു യഥാർത്ഥ സമയത്ത് യഥാർത്ഥ കാര്യം ചെയ്യൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിലാകുന്നുണ്ടല്ലോ? ഹൗ ക്യാൻ ഐ, എനിക്ക് എങ്ങനെ സാധിക്കും. ലേൺ, മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? ടു ഡു റൈറ്റ് തിങ്, യഥാർത്ഥ കാര്യം ചെയ്യൽ. ടു ഡു റൈറ്റ് തിങ്, യഥാർത്ഥ കാര്യം ചെയ്യൽ. അറ്റ് റൈറ്റ് ടൈം, യഥാർത്ഥ സമയത്ത്, ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യം ചെയ്യൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മനസ്സിലായിക്കോ? ഹൗ ക്യാൻ ഐ ലേൺ ടു ഡു റൈറ്റ് തിങ് അറ്റ് റൈറ്റ് ടൈം. യഥാർത്ഥ ഉചിതമായ ഒരു കാര്യം ഉചിതമായ സമയത്ത് ചെയ്യൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് ഉചിതമായ കാര്യം ഉചിതമായ സമയത്ത് ചെയ്യണം. അത് എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും? രണ്ടാമത്തേത്, ഹു ആർ ദി പീപ്പിൾ, ആരാണ് ആ ജനങ്ങൾ?
ആ ജനങ്ങൾ ആരാണ്? ഐ നീഡ് മോസ്റ്റ്. കൂടുതലും ഞാൻ ആവശ്യമായി വരുന്നു. കൂടുതലും ഞാൻ ആവശ്യമായി വരുന്ന, ഞാൻ ബന്ധപ്പെടുന്ന ആ ജനങ്ങൾ ആരാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, who are the people I need most? ഞാൻ ആവശ്യമാകുന്നു, മോസ്റ്റ് കൂടുതലും ബന്ധപ്പെടുന്നു. ഐ നീഡ് ഞാൻ ബന്ധപ്പെടുന്നു, മോസ്റ്റ് കൂടുതലും ബന്ധപ്പെടുന്ന ജനങ്ങൾ ആരാണ്? ലാസ്റ്റ് വൺ, ആൻഡ് വാട്ട് അഫയേഴ്സ് എന്ത് കാര്യമാണ്? വാട്ട് അഫയേഴ്സ് എന്ത് കാര്യമാകുന്നു? ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഏത് കാര്യമാകുന്നു? വാട്ട് അഫയേഴ്സ് എന്ത് കാര്യമാകുന്നു? ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൂടുതലും പ്രാധാന്യമുള്ള കാര്യം ഏതാകുന്നു? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്? വാട്ട് അഫയേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ത് കാര്യമാകുന്നു എനിക്ക് പ്രധാനപ്പെട്ടത്? അങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ് സന്യാസിയുടെ മുമ്പിൽ രാജാവ് ചോദിച്ചു വന്നത്. അപ്പോ ദി ഹെർമിറ്റ് ഈ സന്യാസി ലിസൺ ടു ദി കിങ് രാജാവിലേക്ക് ശ്രദ്ധിച്ചു കേട്ടു. ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക. ലിസൺ ശ്രദ്ധിച്ചു കേട്ടു. ടു ദി കിങ് രാജാവിലേക്ക് സന്യാസി കാത് കൂർപ്പിച്ച് കേട്ടു. ബട്ട് പക്ഷേ ഡിഡ് നോട്ട് സ്പീക്ക് ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. രാജാവിന്റെ ചോദ്യങ്ങൾ സന്യാസി ശ്രദ്ധിച്ച് കേട്ടു. ബട്ട് ഡിഡ് നോട്ട് സ്പീക്ക് ഒന്നും സംസാരിച്ചിട്ടില്ല. ഹി വെന്റ് ഓൺ ഡിഗിങ്. ഹി വെന്റ് ഓൺ തുടർന്നു. ഹി ആ സന്യാസി വെന്റ് ഓൺ ഗോ ഓൺ എന്ന തുടരുക. എന്ത്? ഡിഗിങ് കുഴിക്കൽ സന്യാസി തുടർന്നു. നിർത്തിയോ? രാജാവിന്റെ ചോദ്യം കേട്ട് ഇല്ല. അങ്ങനെ കുഴിക്കൽ സന്യാസി തുടർന്നു കൊണ്ടിരുന്നു. യു ആർ ടയേർഡ്. ടയേർഡ് ക്ഷീണിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നല്ലോ? യു ആർ ടയേർഡ് താങ്കൾ ക്ഷീണിച്ചിരിക്കുന്നു. സെഡ് ദി കിങ് രാജാവ് പറഞ്ഞു. അങ്ങനെ ലെറ്റ് മീ ടേക്ക് എനിക്ക് തരൂ. ലെറ്റ് മീ ടേക്ക് എന്നെ എടുക്കാൻ അനുവദിക്കൂ. ദി സ്പേഡ് ആ മൺവെട്ടി. സ്പേഡ് മൺവെട്ടി. സ്പേഡ് മൺവെട്ടി. മൺവെട്ടി എന്നെ എടുക്കാൻ അനുവദിക്കൂ. അതോ മൺവെട്ടി എനിക്ക് തരൂ. ആൻഡ് വർക്ക് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. എവിടെ? ഇൻ യുവർ പ്ലേസ് നിങ്ങളുടെ സ്ഥലത്ത് എനിക്ക് മൺവെട്ടി തന്ന് ഞാൻ ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്യാൻ എനിക്ക് നിങ്ങൾ എന്നെ അനുവദിക്കും. അഥവാ ആ മൺവെട്ടിക്ക് തരൂ, ഞാൻ എന്ത് ചെയ്യാം? ജോലി എടുക്കാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. താങ്ക്സ് നന്ദി. സെഡ് ദി ഹെർമിറ്റ് സന്യാസി പറഞ്ഞു. നന്ദി പറഞ്ഞു. എങ്ങനെ നന്ദി പറഞ്ഞു? ഗിവിംഗ് ദി കിങ് നൽകിക്കൊണ്ട്. ഗിവിംഗ് നൽകിക്കൊണ്ട്. ഗിവിംഗ് നൽകിക്കൊണ്ട്. ദി കിങ് രാജാവിനിക്ക് നൽകിക്കൊണ്ട്. എന്താ നൽകിയത്? ഹിസ് സ്പേഡ് തന്റെ മൺവെട്ടി. തന്റെ മൺവെട്ടി രാജാവിനിക്ക് നൽകിക്കൊണ്ട് സന്യാസി രാജാവിനിക്ക് നന്ദി പറഞ്ഞു. അതോ ജോലി ചെയ്യാൻ എനിക്ക് എന്നെ അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോ താങ്ക്സ് എന്ന് പറഞ്ഞ് മൺവെട്ടി ആർക്ക് കൊടുത്തു? കിങ്ങിന് കൊടുത്തു. Then എന്നിട്ട് he sat down. Sit down എന്നതിന്റെ പാസ്റ്റ് ആണ് എന്ത്? sat down. മനസ്സിലായോ? സന്യാസി ഇരുന്നു. ഓൺ ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിലത്ത് സന്യാസി ഇരിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പൊ മൺവെട്ടി ആർക്ക് കൊടുത്തു? സന്യാസി രാജാവിലേക്ക് കൊടുത്തു. എന്നിട്ട് തിണ്ണയിൽ പോയി മണ്ണിൽ നിലത്ത് ആരിരുന്നു? സന്യാസി ഇരുന്നു. രാജാവ് ജോലി ചെയ്തു. വെൻ ദി കിങ് കിങ് ആയപ്പോൾ എന്തായപ്പോൾ? ഹാഡ് ഡഗ്. ഡഗ് എന്നത് ഡിഗ് എന്നതിന്റെ പാസ്റ്റ് ആണ് ഡഗ്. ഹാഡ് ഡഗ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ദി കിങ് ഹാഡ് ഡഗ് രാജാവ് കുഴിച്ചപ്പോൾ. when the king had dug 2 beds രണ്ട് തിണ്ണ. ബെഡ് എന്ന് പറഞ്ഞാല് സൈഡ് നമ്മൾ പറമ്പത്തൊക്കെ കാണില്ല, വയലിലൊക്കെ കാണുന്ന മണ്ണ് കൂട്ടിയിരുന്ന് കാണുന്നുണ്ടല്ലോ. ഒരു സ്ഥലത്ത്
കള്ളിയിലൊരു നിലം നിരപ്പാക്കിയിട്ടുണ്ടാവും, സൈഡിൽ എന്തുണ്ടാവും കുറച്ച് കൂനിയാക്കിയിട്ടുണ്ടാവും, അതിനവിടെ എന്ത് തിണ്ണ. അപ്പൊ രാജാവ് രണ്ട് തിണ്ണ കുത്തി ഉണ്ടാക്കിയപ്പോൾ ഈ സ്റ്റോപ്പ്ഡ്. രാജാവ് മൺവെട്ടി വാങ്ങി രണ്ട് തിണ്ണ ഉണ്ടാക്കി. അദ്ദേഹം രണ്ട് മണ്ണടക്ക നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അതിനെന്താ പറയാ തിണ്ണ, ബെഡ്. അപ്പൊ രണ്ട് ബെഡ് രാജാവ് കൊത്തി ഉണ്ടാക്കിയപ്പോൾ ഈ സ്റ്റോപ്പ്ഡ് ഹാഡ് ഡെഡ്. രാജാവ് കൊത്തി ഉണ്ടാക്കിയപ്പോൾ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹി സ്റ്റോപ്പ്ഡ്. രാജാവ് എന്ത് ചെയ്തു? തന്റെ പ്രവൃത്തി നിർത്തിവെച്ചു, ആ കൊത്തല് നിർത്തിവെച്ചു. ആൻഡ് റിപ്പീറ്റഡ്. രാജാവ് ആവർത്തിച്ചു. റിപ്പീറ്റ്. രാജാവ് എന്ത് ചെയ്തു? ആവർത്തിച്ചു. ഹിസ് ക്വസ്റ്റ്യൻസ്. തന്റെ ചോദ്യങ്ങൾ വീണ്ടും സന്യാസിയുടെ മുമ്പിൽ രാജാവ് ആവർത്തിച്ചു. ദി ഹെർമിറ്റ്. സന്യാസി നൽകി. മനസ്സിലായോ? ഗേവ് നോ ആൻസേഴ്സ്. ഒരു ആൻസറും സന്യാസി നൽകിയില്ല. സന്യാസി ഗേവ് നൽകി. എന്ത് നൽകി? നോ ആൻസേഴ്സ്. ഒരു ഉത്തരങ്ങളും നൽകിയില്ല. ബട്ട് എന്ത് ചെയ്തു? പക്ഷേ ബട്ട് സ്റ്റുഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എന്നതിന്റെ പാസ്റ്റ് ആണ് സ്റ്റുഡ് അപ്പ്. രാജാവ് സന്യാസി നിവർന്നു നിന്നു. മനസ്സിലായോ? വീണ്ടും എഴുന്നേറ്റ് നിന്നു. രാജാവ് തന്റെ പ്രവൃത്തി കൊത്തുക എന്ന പ്രവൃത്തി അവിടെ നിർത്തിവെച്ചു. എന്നിട്ട് വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ സന്യാസി ആ ഇരുന്ന സ്ഥലത്ത് നിന്നും സ്റ്റുഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ് നിന്നു. സ്ട്രെച്ചിങ് ഔട്ട്. നീട്ടിക്കൊണ്ട്. സ്ട്രെച്ചിങ് ഔട്ട് നീട്ടിക്കൊണ്ട്. സ്ട്രെച്ചിങ് ഔട്ട് നീട്ടിക്കൊണ്ട്. And his hand. തന്റെ കൈ നീട്ടിക്കൊണ്ട് രാജാവ് സന്യാസി എഴുന്നേറ്റ് നിന്നു. എന്തിനു വേണ്ടി നീട്ടുന്നു? ഫോർ ദിസ് spade. ആ മൺവെട്ടിക്ക് വേണ്ടി തന്റെ കൈകൾ നീട്ടിക്കൊണ്ട് സന്യാസി എഴുന്നേറ്റ് നിന്നു. അഥവാ മൺവെട്ടി ചോദിച്ചുകൊണ്ട് സന്യാസി എഴുന്നേറ്റ് നിന്നു. And said. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു. ആരെ? സന്യാസി. Now. ഇപ്പോൾ യു റെസ്റ്റ്. താങ്കൾ റെസ്റ്റ് എടുക്കൂ, വിശ്രമിക്കൂ. And let me work. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്ന് സന്യാസി രാജാവിനോട് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇപ്പോൾ യു റെസ്റ്റ്. താങ്കൾ എന്ത് ചെയ്യൂ? യു റെസ്റ്റ്. താങ്കൾ വിശ്രമിക്കൂ. And let me work. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്ന് രാജാവിനോട് സന്യാസി പറഞ്ഞു. പക്ഷേ കിങ് രാജാവ് did not give him the spade. ആ മൺവെട്ടി രാജാവ് സന്യാസിക്ക് നൽകിയില്ല. did not give him. ആർക്ക്? സന്യാസിക്ക് നൽകിയില്ല. did not give him. രാജാവ് സന്യാസിക്ക് നൽകിയില്ല the spade. ആ മൺവെട്ടി രാജാവ് സന്യാസിക്ക് നൽകിയില്ല. And continue. തുടർന്നു. To dig. കുഴിക്കാൻ വീണ്ടും തുടർന്നു. മൺവെട്ടി ചോദിച്ച സന്യാസിക്ക് മൺവെട്ടി നൽകാതെ രാജാവ് കുഴിക്കാൻ വീണ്ടും തുടർന്നു. 1 hour. ഒരു മണിക്കൂർ പാസ്ഡ് കഴിഞ്ഞു പോയി. 1 hour പാസ്ഡ്. ഒരു മണിക്കൂർ കഴിഞ്ഞു പോയി. Then another. അതിനുശേഷം മറ്റൊരു മണിക്കൂറും കഴിഞ്ഞു പോയി. അഥവാ മണിക്കൂറുകൾ കഴിഞ്ഞു പോയി. അങ്ങനെ അപ്പോൾ the sun. സൂര്യൻ went down. താഴോട്ടേക്ക് പോവുക. മനസ്സിലായോ? go down. മനസ്സിലായോ? ഇങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. സൂര്യൻ go down. താഴോട്ടേക്ക് പോയി. അഥവാ അസ്തമിക്കാനായി. behind the tree. മരങ്ങൾക്ക് പിറകിലൂടെ. സൂര്യൻ അസ്തമിക്കാതായി. മരങ്ങൾക്ക് പിറകിലൂടെ സൂര്യൻ അസ്തമിക്കുന്നു. മനസ്സിലായോ? സൂര്യൻ അസ്തമിക്കുന്നു. and at last. അവസാനത്തിൽ the king. രാജാവ് stuck the spade into the ground. മനസ്സിലായോ? stuck the spade
സ്റ്റെക്ക് എന്നത് സ്റ്റെക്ക് ഡൗൺ. രാജാവ് സ്റ്റെക്ക് തറപ്പിച്ചു. മനസ്സിലായോ? തറപ്പിച്ചു. രാജാവ് തറപ്പിച്ചു. സ്റ്റെക്ക് ഇൻടു. മനസ്സിലാകുന്നല്ലോ? സ്റ്റെക്ക് ഇൻടു. രാജാവ് തറപ്പിച്ചു. ഡിസ്പെയർ മൺവെട്ടി തറപ്പിച്ചു. എന്തിലേക്ക്? ഇൻടു ദി ഗ്രൗണ്ട്. നിലത്തേക്ക് രാജാവ് മൺവെട്ടി തറപ്പിച്ചു. അഥവാ രാജാവ് മൺവെട്ടി നിലത്ത് വെച്ചു. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, ഐ കെയിം ഞാൻ വന്നു. ആരിലേക്ക്? ടു യു താങ്കളിലേക്ക് ഞാൻ വന്നു. വൈസ് മാൻ ജ്ഞാനിയായ മനുഷ്യ, ഞാൻ വിവേകിയായ മനുഷ്യ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്തിന്? ഫോർ ആൻ ആൻസർ. ഒരു ആൻസറിന് വേണ്ടി. ഒരു ആൻസറിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്തിനുള്ള ആൻസേഴ്സ്? ടു മൈ ക്വസ്റ്റ്യൻസ്. എന്റെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പൊ ക്ഷമ കേട്ടിട്ട് ക്ഷമയുടെ എല്ലാ അതിരും കഴിഞ്ഞ് രാജാവ് പറയുകയാണ്, ഐ കെയിം ടു യു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ടു യു നിങ്ങളുടെ അടുത്തേക്ക്. വൈസ് മാൻ ജ്ഞാനിയായ മനുഷ്യ. ഫോർ ആൻ ആൻസർ ഒരു ആൻസറിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്തിനുള്ള ആൻസേഴ്സ്? ടു മൈ ക്വസ്റ്റ്യൻസ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇഫ് യു ക്യാൻ ഗിവ് മീ നോ ആൻസേഴ്സ്. ഇഫ് യു ക്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഗിവ് മീ നൽകാൻ. ഇഫ് യു ക്യാൻ ഗിവ് മീ നിങ്ങൾക്ക് ഗിവ് മീ എനിക്ക് നൽകാൻ. ഇഫ് യു ക്യാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തിന് സാധിക്കും? ഗിവ് മീ എനിക്ക് നൽകാൻ സാധിക്കും. നോ ആൻസേഴ്സ് ഒരു ആൻസേഴ്സും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുക ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ആൻസേഴ്സ് നൽകാൻ സാധിക്കുകയില്ല എങ്കിൽ ടെൽ മീ സോ അപ്രകാരം എന്നോട് പറയാം. എനിക്ക് ഇതിനുള്ള ആൻസർ തരാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറ. ടെൽ മീ സോ അപ്രകാരം എന്നോട് പറയൂ. ആൻഡ് ഐ വിൽ റിട്ടേൺ ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഐ വിൽ അങ്ങനെ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഐ വിൽ റിട്ടേൺ ഹോം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഹിയർ ഇവിടെ കംസ് വരുന്നു. സംവൺ ആരോ ഇവിടേക്ക് വരുന്നു. റണ്ണിങ് ഓടിക്കുന്നു. ഹിയർ ഇവിടെ കംസ് വരുന്നു, ഇവിടേക്ക് വരുന്നു. സംവൺ ആരോ ഒരാൾ ഇവിടേക്ക് വരുന്നു. എങ്ങനെ വരുന്നു? റണ്ണിങ് ഓടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരാരോ വരുന്നുണ്ടല്ലോ. സെഡ് ദി ഹെർമിറ്റ് സന്യാസി പറഞ്ഞു. മനസ്സിലായോ? അപ്പോ ആരോ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടല്ലോ എന്ന് സന്യാസി മറുപടി നൽകി പറഞ്ഞു. അപ്പോ ഒന്നാമതായി 3 ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇതിനുള്ള എല്ലാവരും ഒന്നാം പാർട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിലര് സംശയങ്ങൾ ചോദിച്ചു, അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവരും കൂടി ചോദിക്കുക, മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം ലാസ്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ആരെങ്കിലും പിന്നെ അത് മാത്രം കേട്ടു പോകും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ലാസ്റ്റിലേക്ക് ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ ഞാൻ എടുത്ത ഭാഗങ്ങളിലെ നിങ്ങളിപ്പോ അർത്ഥം എഴുതിയിട്ടുണ്ടാവല്ലോ, ഓരോ കിട്ടാത്ത വേർഡ്സിന്റെ അർത്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അത് എന്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. എന്നാല് ഇപ്പൊ ആദ്യ സിസ്റ്റം തുടങ്ങുന്നുണ്ട്. അപ്പോ നിങ്ങൾ എഴുതിയ അർത്ഥങ്ങൾ എന്റെ വാട്സപ്പിലേക്ക് അയച്ചു തരേണ്ടതാണ്. ഗ്രൂപ്പിലിടരുത് കേട്ടോ. അപ്പോ നിങ്ങൾ എഴുതിയ അർത്ഥങ്ങൾ എന്റെ പേഴ്സണൽ നമ്പർ വാട്സപ്പിലേക്ക് അയച്ചു തരണം. എന്നാല് ഹാജർ രേഖപ്പെടുത്തുന്നതാണ്. ഇനി നാളത്തേക്ക് ചെയ്യേണ്ടത് കോംപ്രഹെൻഷൻ ചെക്ക്. നമ്മുടെ ഗ്രഹണശക്തി നമ്മളിപ്പോ എത്ര ഈ പാഠത്തിന് എത്രത്തോളം ഗ്രഹിച്ചെടുത്ത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് ഇത്. Why did the king want to know answers to 3 questions? ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടെത്തണമെന്ന് അറിയണമെന്ന് രാജാവ് എന്തിനാണ് ആഗ്രഹിച്ചത്? ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടെത്തണമെന്ന് രാജാവ് ആഗ്രഹിച്ചത് എന്തിനായിരുന്നു? അപ്പോ എന്തിനാന്ന് വെച്ചാൽ അത് എഴുതുക. പിന്നെ
മെസ്സഞ്ചേഴ്സ് വേർ സെന്റ്, ഈ ദൂതന്മാർ അയക്കപ്പെട്ടു, ദൂതന്മാരെ അയച്ചു ത്രൂ ഔട്ട് ദി കിങ്ഡം, ഈ സാമ്രാജ്യത്തിലുടനീളം ദൂതന്മാരെ രാജാവ് അയച്ചു. എന്തിനു വേണ്ടി? ടു ഫെച്ച് വൈസ് മാൻ, ബുദ്ധിമാന്മാരായ ജ്ഞാനിയായ മനുഷ്യരെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി. മനസ്സിലായോ? രണ്ടാമത്തെ ഓപ്ഷൻ ടു ഫൈൻഡ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടി മെസ്സഞ്ചേഴ്സിനെ ത്രൂ ഔട്ട് ദി കിങ്ഡം രാജാവ് അയച്ചു. പിന്നെ ലുക്ക് ഫോർ ദി വൈസ് ഹെർമിറ്റ്, ഈ വൈസ് ഹെർമിറ്റ് ഈ ജ്ഞാനിയായ സന്യാസിയെ അന്വേഷിക്കാൻ വേണ്ടിയാണ് രാജാവ് അയച്ചത്. ജ്ഞാനിയായ സന്യാസിയെ അന്വേഷിക്കാൻ വേണ്ടി രാജാവ് ദൂതന്മാരെ അയച്ചു. ടു അനൗൺസ് റിവാർഡ്, ഈ സമ്മാനം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തന്റെ റിവാർഡ് പ്രഖ്യാപിക്കുക, സമ്മാന പാരിതോഷികം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ദൂതന്മാരെ അയച്ചത്. ആർക്കുള്ള? ഫോർ ദോസ് ഹു കുഡ് ആൻസേഴ്സ് ദി ക്വസ്റ്റ്യൻസ്, ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ദൂതന്മാരെ രാജാവ് അയച്ചു. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് എടുത്ത് എഴുതി വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിനൊന്നും ആരും മടിക്കണ്ട. അപ്പോൾ ഇതോടുകൂടെ 1ാം ഭാഗം കഴിഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.